നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ മരണം. ഒരാൾ കൂടി അറസ്റ്റിൽ. കരുനാഗപ്പള്ളി സ്വദേശി നൌഷാദ് അബ്ദുൾ റഹീം കാസർഗോഡ് നിന്നും പിടിയിലായി. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 5 ആയി. പിതാവിനൊപ്പം മുടിവെട്ടാനെത്തിയ 9 വയസ്സുകാരിയെ അതിഥി തൊഴിലാളി പീഡിപ്പിച്ചതായി പരാതി. പത്തനാപുരം പട്ടാഴിക്ക് സമീപമാണ് സംഭവം. ഉത്തർപ്രദേശ് സ്വദേശി ജുനൈദ് അറസ്റ്റിൽ. നിരവധി മോഷണ കേസുകളിലെ പ്രതി അറസ്റ്റിൽ. ഇരവിപുരം വാളത്തിങ്കൽ സ്വദേശി ഉണ്ണിമുരുകനാണ് അറസ്റ്റിലായത്. കാപ്പ നിയമപ്രകാരമാണ് അറസ്റ്റ്. വിശദമായ വാർത്തകളിലേക്ക്. തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മരിച്ച സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. കരുനാഗപ്പള്ളി സ്വദേശി നൌഷാദ് അബ്ദുൾ റഹീമിനെ കാസർഗോഡിനടുത്തു നിന്നുമാണ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 5 ആയി. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് തൊടിയൂർ ഇടക്കുളങ്ങര മണ്ണേൽ വീട്ടിൽ 60 വയസ്സുള്ള സലീം മണ്ണേൽ മരിച്ചത്. സംഭവശേഷം പ്രതിയായ കരുനാഗപ്പള്ളി വടക്കുംതല ചാമ്പക്കടവ് സ്വദേശി നൌഷാദ് കാസർഗോഡ് ജില്ലയിലുള്ള സുഹൃത്തിനടുത്തെത്തി. സുഹൃത്തിൽ നിന്നും പണം വാങ്ങി മംഗളൂരുവിനടുത്തുള്ള ആരാധനാ കേന്ദ്രത്തിൽ പോയി മടങ്ങും വഴിയാണ് കാസർഗോഡ് പോലീസിന്റെ സഹായത്തോടെ കൊല്ലത്തു നിന്നുള്ള അന്വേഷണ സംഘം അബ്ദുൾ റഹീമിനെ അറസ്റ്റ് ചെയ്തത്. ഇയാൾ കാസർഗോഡെത്തിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് തെരച്ചിൽ നടത്തിയിരുന്നു. നൌഷാദിന്റെ കുടുംബാംഗങ്ങളിൽ ചിലർ കാസർഗോഡ് നേരത്തെ താമസമുണ്ടായിരുന്ന അങ്ങനെ പ്രാദേശികമായി ഇയാൾക്ക് ചില ബന്ധങ്ങൾ ഉണ്ടായിരുന്നതായും പറയുന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നൌഷാദിനെ കൊല്ലത്തേക്ക് കൊണ്ടുവന്നു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സലീം മണ്ണേലിന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് യോഗം ചേർന്നു. റെയിൽവേ ആക്ഷൻ കൗൺസിലിന്റെയും ഇടക്കുളങ്ങര പൗരസമിതിയുടെയും നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്. തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സലീം മണ്ണേലിന്റെ നിര്യാണത്തിൽ അനുശോചിച്ചാണ് ഇടക്കുളങ്ങരയിൽ യോഗം ചേർന്നത്. കരുനാഗപ്പള്ളി റെയിൽവേ ആക്ഷൻ കൗൺസിലിന്റെയും ഇടക്കുളങ്ങര പൗരസമിതിയുടെയും നേതൃത്വത്തിലായിരുന്നു അനുശോചന യോഗം. തൊടിയൂർ മുഹമ്മദ് കുഞ്ഞ് മൗലവി അനുശോചന പ്രസംഗം നടത്തി. 30 വർഷമായി ഒരു പയ്യൻ ഏറ്റവും ധാരാളം പ്രമുഖന്മാരുള്ള ഒരു പ്രദേശമായി വളരെ പയ്യനായിട്ടാണ് ജമാഅത്തിന്റെ ഭരണ രംഗത്തേക്ക് കടന്നു വരുന്നത്. 30 വർഷം ജമാഅത്തിനെ സേവിച്ചു. ഈ 30 വർഷവും ജമാഅത്തിന് വേണ്ടി ജീവിച്ചു എന്ന് പറഞ്ഞാൽ അതിലൊട്ടും അതിശോക്തിയില്ല. ഒരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഈ എന്ത് നഷ്ടവും ലാഭവും ഒന്നും നോക്കാറില്ല. അത് ചെയ്ത് തീർക്കുക, അതിന്റെ പര്യവസാനത്തിൽ എത്തിക്കുക എന്നുള്ള ഒരു നിശ്ചയദാർഢ്യമാണ്. അതാണ് സലീമിന്റെ കരുത്ത്. ഏത് രംഗത്തായിരുന്നാലും. ഇപ്പൊ ഇലക്ഷൻ നിന്നപ്പോഴും പറയുന്ന ഇതാണ്, ഞാനിപ്പോ ഇലക്ഷൻ നിൽക്കുകയാണ്, ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ കുത്തിപ്പറക്കിയൊക്കെ എടുക്കും, ചെയ്താൽ മതി എന്ന് പറയുന്ന ഒരു വലിയ ആത്മവിശ്വാസമാണ്. അപ്പൊ ഏത് കാര്യത്തിലും ഇന്ന് അദ്ദേഹത്തിന്റെ കബറിടം ആ ഒരു താഴ്ന്ന പ്രദേശമാണ്. വെള്ളം നിൽക്കുമായിരുന്നു, നല്ല മഴ പെയ്യുമ്പോൾ. അത് അദ്ദേഹം വളരെ സമർത്ഥമായി തന്നെ അതിനെ ഒരു വലിയ നിരപ്പ് ഭൂമിയാക്കി എടുത്തു. ഒക്കെ എന്തൊരു കഴിവാണ് ഒരു മനുഷ്യന്റെ ബുദ്ധിയിൽ ഈ തരത്തിലുള്ള ഈ ഭാവനാവിലാസങ്ങളൊക്കെ കടന്നു വരിക എന്ന് പറയുന്നത്. സലീം മണ്ണേലിന്റെ മരണത്തിൽ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിലസ് കല്ലേലി ഭാഗവും അനുശോചിച്ചു. വിസ്മൃതിയിൽ ആണ്ടുപോകുന്നത് നമ്മൾക്കറിയാം. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ പലരും മരണത്തിലൂടെ പുതിയ ഒരു ജന്മം കുറിക്കുകയാണ്. അങ്ങനെയുള്ളവരെയാണ് സമൂഹം കാലമത്ര കഴിഞ്ഞാലും ഓർക്കുകയും അല്ലെങ്കിൽ സ്മരിക്കുകയും ഒക്കെ ചെയ്യും. ഇവിടെ എനിക്ക് കേട്ടുകേൾവിയുള്ളതിനപ്പുറത്തുള്ള കാര്യങ്ങൾ സലീം മണ്ണേലിനെ സംബന്ധിച്ച് അധ്യക്ഷനും തൊടിയൂർ ഉസ്താദുമെല്ലാം ഇവിടെ സൂചിപ്പിച്ചു. എന്റെ തലമുറയിൽപ്പെട്ട പലർക്കും പുതിയ അറിവുകളുടെ ഒരു പാഠം കൂടിയാണ്. പക്ഷെ ഒരിക്കൽ പോലും അദ്ദേഹം എവിടെങ്കിലും വെച്ച് സ്വകാര്യ സംഭാഷണത്തിൽ പോലും എനിക്കിങ്ങനെ ഒരു ധീരതയുണ്ടായിരുന്നു, ആ ധീരത കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള റെയിൽവേ അംഗീകരിച്ചിട്ടുള്ളതാണെന്നോ അതിന്റെ മിടുക്കിലൂടെ എനിക്കൊരു ഉദ്യോഗം ലഭിച്ചിട്ടുണ്ടെന്നോ തുടർന്ന് അത് ഞാൻ ഉപേക്ഷിക്കപ്പെട്ടതാണെന്നോ ഒന്നും പറഞ്ഞതായുള്ളൊരു അറിവ് എനിക്കില്ല. മാലുമേൽ സുരേഷ്, തൊടിയൂർ താഹ, ചിറ്റുമൂല നാസർ, എ ജബ്ബാർ, കെ ജവാദ്, സുധീർ കാരിക്കൽ, വാലിയത്ത് ഇസ്മയിൽ, റസാഖ് പാലോലിക്കുളങ്ങര, സമദ് പുള്ളിയിൽ, ഡി മുരളീധരൻ, മുനമ്പത്ത് ഷിഹാബ്, എ ബാബു, രാജേന്ദ്ര പ്രസാദ്, ഷിഹാബ് എസ് പൈനിമോട് എന്നിവർ പങ്കെടുത്തു. റെയിൽവേ ആക്ഷൻ കൗൺസിൽ ചെയർമാൻ കെ രവി അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്ത് നിറഞ്ഞുനിന്ന VA ശങ്കരൻ പോറ്റി അനുസ്മരണം തഴവയിൽ നടത്തി. ആദിത്യവിലാസം ആർട്സ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. ഇതോടൊപ്പം പുരസ്കാര വിതരണവും നടത്തി.
സാമൂഹ്യ സാംസ്കാരിക സാഹിത്യ രംഗങ്ങളിൽ നിറഞ്ഞുനിന്ന VA ശങ്കരൻപൂറ്റിയുടെ അനുസ്മരണം തഴവയിൽ നടത്തി. ആദിത്യ വിലാസം ആർട്ട് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ തഴവ AV ഗവൺമെന്റ് LPSലാണ് അനുസ്മരണവും പുരസ്കാര വിതരണവും സംഘടിപ്പിച്ചത്. ഉദ്ഘാടനവും പുരസ്കാര വിതരണവും ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് ഉദ്ഘാടനം ചെയ്തു. അത്തരം വ്യക്തികളെ നമ്മൾ ആദരിക്കുമ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം അവരുടെയൊക്കെ ജീവിതവുമായി ബന്ധപ്പെടുത്തി അവർ നടത്തിയിട്ടുള്ള നല്ല പ്രവർത്തനങ്ങളെ, കാരണം ഏത് അനുമോദനങ്ങളും യഥാർത്ഥത്തിൽ നമുക്ക് മറ്റുള്ള ആളുകൾക്ക് അവർക്ക് നൽകുന്ന അനുമോദനത്തിനപ്പുറത്ത് അത് മറ്റുള്ളവർക്ക് നൽകുന്ന ഒരു മാതൃക കൂടിയാണ്. അത്തരം വ്യക്തിത്വങ്ങളെ സമൂഹത്തിന് പരിചയപ്പെടുത്താനും ഒക്കെ തന്നെ കഴിയുക. ഇന്നത്തെ കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ അത്തരം മാതൃകകൾ വളരെയേറെ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ വളരെയേറെ സ്വാർത്ഥമായി ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അത്തരം ഒരു സ്വാർത്ഥതയുടെ കാലഘട്ടത്തിൽ സമൂഹത്തിനും ജീവിതത്തിനും വേണ്ടി അല്ലെങ്കിൽ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ആളുകളെ ഓർമ്മിക്കപ്പെടുകയും ചെയ്യുക എന്നുള്ളത് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ്. CR മഹേഷ് MLA അധ്യക്ഷത വഹിച്ചു. K സാജൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ മുഖ്യാതിഥിയായിരുന്നു. KACDC ചെയർമാൻ S ജയമോഹൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് സുധീർ കാരിക്കൽ, അഡ്വക്കേറ്റ് R അമ്പിളിക്കുട്ടൻ, M മുകേഷ്, KJ സിദ്ദിഖ്, സുഗതൻ പിള്ള, കൈതവനത്തറ ശങ്കരൻകുട്ടി, അജിൻ ജി നാഥ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പിതാവിനൊപ്പം മുടിവെട്ടാനെത്തിയ 9 വയസ്സുകാരിയെ അതിഥി തൊഴിലാളി പീഡിപ്പിച്ചതായി പരാതി. പത്തനാപുരം പട്ടാഴിക്ക് സമീപമാണ് സംഭവം. ടെലിഫോൺ എക്സ്ചേഞ്ചിന് സമീപത്തുള്ള ബാർബർ ഷോപ്പിൽ മുടിവെട്ടാൻ കൊണ്ടുവന്ന 9 വയസ്സുകാരിയാണ് ഉത്തർപ്രദേശ് സ്വദേശി ജുനൈദ് പീഡിപ്പിച്ചത്. ഇയാളെ അറസ്റ്റ് ചെയ്തു. മുടി മുറിക്കാനായിട്ടാണ് പിതാവിനോടൊപ്പം കുട്ടി എത്തിയത്. മുടി മുറിക്കണമെങ്കിൽ മുടി കഴുകണമെന്ന് പറഞ്ഞ് പിതാവിനെ പുറത്തിരുത്തിയ ശേഷം ബാർബർ ഷോപ്പിന്റെ മറ്റൊരു മുറിയിലേക്ക് കയറ്റിയാണ് പ്രതി പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തിയത്. സംഭവം പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പറയുന്നു. വീട്ടിലെത്തിയ കുട്ടി മാതാവിനോടാണ് ആദ്യം സംഭവം പറയുന്നത്. കുന്നിക്കോട് പോലീസിൽ നൽകിയ പരാതിയെ തുടർന്ന് കുന്നിക്കോട് പോലീസ് SHO അൻവറിന്റെ നേതൃത്വത്തിൽ ജുനൈദിനെ അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സംഭവത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കരുനാഗപ്പള്ളി പുതിയകാവ് നെഞ്ചുരോഗ ആശുപത്രിയിലെ കിടപ്പ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി ഉച്ചഭക്ഷണം വിതരണം ചെയ്തു. അമ്മ മനസ്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഭക്ഷണം നൽകിയത്. സംസാരശേഷി കുറഞ്ഞ ജമാലുദ്ദീൻ ഭക്ഷണം വിളമ്പി ഉദ്ഘാടനം നിർവഹിച്ചു. അമ്മ മനസ് കൂട്ടായ്മ ചെയർപേഴ്സൺ ശ്രീകല ക്ലാപ്പനയുടെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ ജനറൽ കൺവീനർ മായ ഉദയകുമാർ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ നഹാസ്, രക്ഷാധികാരികളായ ബീന ജോൺസൺ, രാധാമണി ടീച്ചർ, മാരിയത്ത് ടീച്ചർ, ശകുന്തള അമ്മവീട്, രമ ഗോപാലകൃഷ്ണൻ, വൈസ് ചെയർപേഴ്സൺ വിജയലക്ഷ്മി ഓച്ചിറ, നേതാക്കളായ ഗീത കരുനാഗപ്പള്ളി, സുനി കല്ലേലി ഭാഗം, നദീറ കാട്ടിൽ, ശാലിനി ക്ലാപ്പന, നബീസത്ത്, രാധാമണപ്പള്ളി, ലേഖ കുലശേഖരപുരം, സോണി ക്ലാപ്പന, പ്രസന്നകുമാരി, ദിവ്യ, പ്രസന്ന എന്നിവർക്കൊപ്പം സംസാരശേഷിയില്ലാത്ത ഉദ്ഘാടകൻ കൂടിയായ ജമാലുദ്ദീന്റെ കുടുംബവും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. നിരവധി മോഷണ കേസുകളിൽ ഉൾപ്പെട്ട സ്ഥിരം കുറ്റവാളിയായ പ്രതിയെ കാപ്പ നിയമപ്രകാരം കരുതൽ തടങ്കലിലാക്കി. ഇരവിപുരം വാളത്തുങ്കൽ ഉണ്ണിനിവാസിൽ 29 വയസ്സുള്ള ഉണ്ണിമുരുകനാണ് കാപ്പ നിയമപ്രകാരം തടവിലായത്. 2019 മുതൽ കൊല്ലത്തും സമീപ ജില്ലകളിലുമായി 10ഓളം മോഷണ കേസുകളിൽ ഇയാൾ പ്രതിയാണ്. ഇതിൽ 2 കേസുകളിൽ തടവ് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറും ജില്ലാ മജിസ്ട്രേറ്റും കൂടിയായ N ദേവിദാസാണ് കരുതൽ തടങ്കലിന് ഉത്തരവിട്ടത്. ന്യൂസ് ബ്യൂറോ, കുട്ടിയം. ശൂരനാട് വടക്ക് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പാലിയേറ്റീവ് വാരാചരണത്തിന് തുടക്കമായി. കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനം കോവൂർ കുഞ്ഞുമോൻ MLA നിർവഹിച്ചു. വാരാചരണത്തിന്റെ ഭാഗമായി സന്നദ്ധ പ്രവർത്തകർക്ക് പരിശീലനം, രോഗി കുടുംബ സംഗമം, വീൽചെയർ വിതരണം എന്നിവയും നടത്തി. ജ്ഞാനമുണ്ട് പരിചരിക്കാൻ എന്ന സന്ദേശമുയർത്തിയാണ് ശൂരനാട് വടക്ക് പാലിയേറ്റീവ് വാരാചരണത്തിന് തുടക്കം കുറിച്ചത്. ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ശൂരനാട് വടക്ക് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പാലിയേറ്റീവ് വാരാചരണം നടക്കുന്നത്. ചടങ്ങിന്റെ ഭാഗമായി വിദഗ്ധ പാലിയേറ്റീവ് പരിചരണം ലഭ്യമാക്കുകയെന്ന ലക്ഷ്യത്തോടെ സന്നദ്ധ പ്രവർത്തകർക്ക് പരിശീലനം, രോഗി കുടുംബ സംഗമം, വീൽചെയർ വിതരണം എന്നിവയും നടന്നു. ശൂരനാട് വടക്ക് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനം കോവൂർ കുഞ്ഞുമോൻ MLA നിർവഹിച്ചു. പേര് അറിയപ്പെടുന്ന ജില്ലാ ആശുപത്രി ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരം കഴിഞ്ഞ വർഷം ലഭിച്ചു. നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ? ആരും അറിഞ്ഞില്ല. കാരണം നമുക്ക് കേരളത്തിലെ 2-3 സെന്ററുകളിൽ മാത്രമല്ല RCC ട്രീറ്റ്മെന്റ് നടക്കുന്നത്. ഒന്ന് മലബാർ ക്യാൻസർ സെന്റർ, മറ്റൊന്ന് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്റർ. ഇവിടെ വടക്ക് മലപ്പുറത്തുള്ളവർ പോലും
RCCയിലാണ് വന്ന് ട്രീറ്റ്മെന്റ് നടത്തി പോകുന്നത്. മറ്റു പ്രൈവറ്റ് ആശുപത്രികളിലും അത്തരം ട്രീറ്റ്മെന്റുകൾ നടക്കുന്നുണ്ട്. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ സമാനതയിൽ തന്നെ നമ്മുടെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ അത്തരം സംവിധാനം ഒരുക്കി കഴിഞ്ഞു. നിരവധി രോഗികൾ അവിടെ ഇപ്പോൾ അഡ്മിറ്റായി ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ മാറ്റമാണ് ജില്ലാ ആശുപത്രിയിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീതാകുമാരി അധ്യക്ഷത വഹിച്ചു. പാലിയേറ്റീവ് ദിന സന്ദേശവും സാന്ത്വന പ്രതിജ്ഞയും ശൂർനാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകുമാറും വീൽചെയർ വിതരണോദ്ഘാടനം ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സനൽകുമാറും നിർവഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ബുഷ്ര സ്വാഗത പ്രസംഗം നടത്തി. പാലിയേറ്റീവ് കെയർ സെക്കൻഡറി സ്റ്റാഫ് നഴ്സ് ശാലിനി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ R. സുന്ദരേശൻ, ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധി സൗമ്യ, മെഡിക്കൽ ഓഫീസർ ഫിലിപ്പ് തോമസ് വൈദ്യൻ, ഹെൽത്ത് സൂപ്പർവൈസർ പ്രദീപ് കുമാർ, PHN ബിന്ദു ലക്ഷ്മി, PRO നിഷ, ഹെൽത്ത് ഇൻസ്പെക്ടർ ഷിബു തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. പാലിയേറ്റീവ് ദിനാചരണം സംഘടിപ്പിച്ചു. പോരുവഴി ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായാണ് ദിനാചരണം നടത്തിയത്. അധികാരം കൊയ്യാനുയർത്തിയ മുഷ്ടികളിൽ കൊടികളിൽ പോരുവഴി ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായാണ് പാലിയേറ്റീവ് കെയർ ദിനം ആചരിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനു മംഗലത്ത് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് നസീറ ബീവി അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലക്ഷ്മി, പഞ്ചായത്ത് അംഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. JPHN സജിത പാലിയേറ്റീവ് ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പാലിയേറ്റീവ് നഴ്സ് ഡെന്നി രാജു റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാലപുരസ്കാര ജേതാവ് ആദിത്യ സുരേഷിനെ ആദരിച്ചു. ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വാർഡുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 22 പേർക്ക് ഭക്ഷ്യധാന്യ കിറ്റുകളും ഉപകരണങ്ങളും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. മൈനാഗപ്പള്ളി മണ്ണൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ 4ാം ഉത്സവത്തിന്റെ ഭാഗമായി ഘോഷയാത്ര, സാംസ്കാരിക സമ്മേളനം എന്നിവ നടത്തി. കല്ലുകടവ് ഓട്ടോ ഡ്രൈവേഴ്സിന്റെ നേതൃത്വത്തിലാണ് ഉത്സവം നടത്തിയത്. മൈനാഗപ്പള്ളി മണ്ണൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കല്ലുകടവ് ഓട്ടോ ഡ്രൈവേഴ്സിന്റെ നേതൃത്വത്തിലാണ് 4ാം ഉത്സവം നടത്തിയത്. ഇതോടനുബന്ധിച്ച് താലപ്പൊലി, ഘോഷയാത്ര, സാംസ്കാരിക സമ്മേളനം, ചികിത്സാ സഹായ വിതരണം എന്നിവ നടത്തി. മൈനാഗപ്പള്ളി മണ്ണൂർക്കാവ് ശ്രീ മഹാഭദ്ര സംഘം അവതരിപ്പിച്ച തിരുവാതിരയും കൈകൊട്ടിക്കളിയും അരങ്ങേറി. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം കവി വയലാർ ശരത്ചന്ദ്രവർമ്മ ഉദ്ഘാടനം ചെയ്തു. ഒത്തിരി കൈകൾ ഉണ്ട്. അത് തീർച്ചയായും അങ്ങനെ കൈകളുടെ അതിനേക്കുള്ള സെന്റൻസിന്റെ ഓരോ സെന്റൻസിനെയും നമിച്ചു ദേശീയവാനായ ഭാഗ്യമുണ്ടായ ഓരോരുത്തരെയും അത് വലിയ കാര്യമാണ്. പുണ്യം കൊടുക്കാൻ ഏറ്റുവാങ്ങുന്നു. തീർച്ചയായും അതിന് വേദന ഉണ്ടാകുമെന്ന് സത്യം. ഇനി തലമുറകളിലെ കൈകൾ ഉണ്ടാകും എന്നുള്ള ഒരു വിശ്വാസവും തന്നെ ഈ കല്യാണവും കുടുംബത്തിന്റെ ഈ സന്മനസ്സിനും അതിനെ ഈ വിറ്റും എല്ലാ വിഗ്രഹീയമായിട്ട് മനുഷ്യരുമായി ചെയ്യുന്ന ഈ സമൂഹത്തിലെ ഈ ഒരു നല്ല സംരംഭം അജി ശ്രീകുട്ടൻ അധ്യക്ഷത വഹിച്ചു. ചികിത്സാ സഹായ വിതരണം ശാസ്താംകോട്ട SHO K. ശ്രീജിത്ത് നിർവഹിച്ചു. ശാസ്താംകോട്ട SI KH ഷാനവാസ് പ്രതിഭകളെ ആദരിച്ചു. N. സന്തോഷ് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. മകരവിളക്ക് ദിനത്തിൽ ഓച്ചിറ പടനിലത്ത് ദീപങ്ങൾ തെളിയിച്ചു. ആയിരക്കണക്കിന് ദീപങ്ങളാണ് ക്ഷേത്ര പരിസരത്തും ആൽത്തറകളുമായി തെളിച്ചത്. മകരവിളക്ക് ദിനത്തിൽ ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിൽ ദീപങ്ങൾ തെളിയിച്ചു. ക്ഷേത്ര ഭരണസമിതിയുടെയും ഭക്തരുടെയും നേതൃത്വത്തിലാണ് ദീപങ്ങൾ തെളിയിച്ചത്. ക്ഷേത്രത്തിലെ 2 ആൽത്തറകളിലും ക്ഷേത്ര പരിസരങ്ങളും ദീപങ്ങളാൽ നിറഞ്ഞു. വൈകുന്നേരം 6 മണിയോടെയാണ് ദീപങ്ങൾ തെളിയിക്കാൻ ആരംഭിച്ചത്. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. പ്രധാന വാർത്തകൾ വീണ്ടും. തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ മരണം. ഒരാൾ കൂടി അറസ്റ്റിൽ. കരുനാഗപ്പള്ളി സ്വദേശി നൌഷാദ് അബ്ദുൾ റഹീം കാസർഗോഡ് നിന്ന് പിടിയിലായി. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 5 ആയി. പിതാവിനൊപ്പം മുടിവെട്ടാനെത്തിയ 9 വയസ്സുകാരിയെ അതിഥി തൊഴിലാളി പീഡിപ്പിച്ചതായി പരാതി. പത്തനാപുരം പട്ടാഴിക്ക് സമീപമാണ് സംഭവം. ഉത്തർപ്രദേശ് സ്വദേശി ജുനൈദ് അറസ്റ്റിൽ. നിരവധി മോഷണ കേസുകളിലെ പ്രതി അറസ്റ്റിൽ. ഇരവിപുരം വാളത്തുങ്കൽ സ്വദേശി ഉണ്ണിമുരുകനാണ് അറസ്റ്റിലായത്. കാപ്പ നിയമപ്രകാരമാണ് അറസ്റ്റ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. സൗത്ത് വോയിസ് കൊല്ലം ജില്ലയിൽ തുടങ്ങുന്ന കേരള വിഷൻ ജില്ലാ ഡിസ്ട്രിബ്യൂഷനിലേക്കും ജില്ലാ ചാനലിലേക്കും ജില്ലയിലെ വിവിധ പ്രാദേശിക കേന്ദ്രങ്ങളിലായി ആരംഭിക്കുന്ന കൺസ്യൂമർ സ്റ്റോറുകളിലേക്കും താഴെ പറയുന്ന വിഭാഗത്തിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. റിസപ്ഷനിസ്റ്റ്, ജനറൽ മാനേജർ, ടാക്സ് ഓർ ലീഗൽ അഡ്വൈസർ, ഓഫീസ് സെക്രട്ടറി,
ഓഫീസ് സ്റ്റാഫ്, അക്കൗണ്ടന്റ്, സെയിൽസ് മാനേജർ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ഫീൽഡ് സ്റ്റാഫ്, സ്റ്റോർ കീപ്പർ, ചാനൽ പ്രോഗ്രാം ഷെഡ്യൂളർ, കൺട്രോൾ റൂം ടെക്നീഷ്യൻ, വീഡിയോ എഡിറ്റർ, ക്യാമറാമാൻ, ന്യൂസ് എഡിറ്റർ, പ്രോഗ്രാം പ്രൊഡ്യൂസർ, പ്രോഗ്രാം ആങ്കർ, ഡ്രൈവർ. മുൻപരിചയമുള്ളവർക്ക് മുൻഗണന. കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ ചാനലിലെ സ്ക്രോളിംഗ് പരസ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു വിവരങ്ങൾക്ക് 7025017405 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.